പശ്ചിമബംഗാളിലെ കൊൽക്കത്തയിൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ CBI അന്വേഷണത്തിന് ഉത്തരവ്. കൽക്കട്ട ഹൈക്കോടതിയാണ് ഉത്തരവിട്ടത്. കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിന്റെ 4ാം നിലയിലുള്ള സെമിനാർ ഹാളിൽ ഒന്നിച്ചിരുന്ന് നീരജ് ചോപ്രയുടെ ഒളിമ്പിക് ഫൈനൽ മത്സരം കണ്ട സഹപ്രവർത്തകയെ തൊട്ടടുത്ത ദിവസം റെസിഡന്റ് ഡോക്ടർമാർ കണ്ടത് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ നിലയിലാണ്. രാജ്യവ്യാപകമായി പ്രതിഷേധം ഇരമ്പി. രാജ്യത്തെ ആതുരാലയങ്ങൾ പ്രതിഷേധ കേന്ദ്രങ്ങളായി മാറി. വിഷയത്തിൽ കൽക്കട്ട ഹൈക്കോടതി ഇടപെട്ടു. കേസ് CBIക്ക് കൈമാറി. വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിലെ അന്വേഷണത്തിന് സംസ്ഥാന പോലീസിന് ഞായറാഴ്ച വരെ സമയം നൽകണമെന്നായിരുന്നു കൽക്കട്ട ഹൈക്കോടതിയിൽ ബംഗാൾ സർക്കാരിന്റെ ആവശ്യം. ഇത് നിരാകരിച്ച ഹൈക്കോടതി കേസിൽ CBI അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെങ്കിലും അടിസ്ഥാന ആവശ്യത്തിനു വേണ്ടിയാണ് ഡോക്ടർമാർ പ്രതിഷേധിക്കുന്നതെന്ന് ചീഫ് ജസ്റ്റിസ് TS ശിവജ്ഞാനം അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിച്ചു. കേസിൽ കാര്യമായ അന്വേഷണ പുരോഗതിയില്ലെന്നും കേസ് ഡയറി നാളെ തന്നെ CBIക്ക് കൈമാറണമെന്നുമാണ് കോടതി നിർദ്ദേശം. ആർജിക്കർ മെഡിക്കൽ കോളേജിൽ നിന്നും രാജിവെച്ച പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിന് പുനർനിയമനം നൽകിയതിനെ കോടതി ചോദ്യം ചെയ്തു. സന്ദീപ് ഘോഷിനോട് ഉടൻ അവധിയിൽ പോകാനാണ് കോടതി നിർദ്ദേശം. സംഭവത്തിൽ ഡോക്ടർമാരുടെ സംഘടനകൾ പ്രഖ്യാപിച്ച രാജ്യവ്യാപക പ്രതിഷേധം ശക്തമായി തുടരുകയാണ്. ഇന്നു മുതൽ OP സേവനങ്ങളടക്കം തടസ്സപ്പെടുത്തിയാണ് പ്രതിഷേധം. CBI അന്വേഷണത്തെ സ്വാഗതം ചെയ്ത പ്രതിഷേധക്കാർ മറ്റാവശ്യങ്ങളും അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. He should not be on leave. I think he should be under inquiry and he should be removed from such a high post permanently. I think he himself should take the responsibility of this act. വിഷയവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കഴിഞ്ഞ ദിവസം കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയെ കണ്ടു. ആശുപത്രി സൂപ്രണ്ടിനെയും ചെസ്റ്റ് മെഡിസിൻ വകുപ്പ് മേധാവിയെയും പോലീസ് ചോദ്യം ചെയ്തു. വനിതാ റെസിഡന്റ് ഡോക്ടർ ആത്മഹത്യ ചെയ്തുവെന്നാണ് സൂപ്രണ്ട് അറിയിച്ചതെന്ന് കുടുംബം പരാതിപ്പെട്ടിരുന്നു. കണ്ണുകളിലും സ്വകാര്യ ഭാഗങ്ങളിലും അടക്കം മുറിവേറ്റ നിലയിലാണ് വനിതാ ഡോക്ടറുടെ മൃതദേഹം കാണപ്പെട്ടത്. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സിവിക് വളണ്ടിയറായ സഞ്ജയ് റോയ് എന്നയാളെ പോലീസ് അടുത്ത ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. ജനങ്ങളുടെ വേദന അകറ്റേണ്ട ആതുരാലയങ്ങളിൽ ഡോക്ടേഴ്സിനെതിരായ അക്രമങ്ങൾ പ്രതിദിനം വർദ്ധിച്ചു വരുന്നതാണ് പ്രതിഷേധം ആളിപ്പടരാൻ ഇടയാക്കിയത്. ഡോക്ടേഴ്സിന്റെ സുരക്ഷ ഉറപ്പാക്കാതെ പ്രതിഷേധത്തിൽ നിന്നും പിന്നോട്ടില്ല എന്നാണ് വിവിധ സംഘടനകളുടെ തീരുമാനം. മോഹൻകുമാറിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി.